സോ സാബി അലൻസോ ഈസ് സാക്ഡ്. വാട്ട് ഈസ് ദ റീസൺ? ഓക്കെ, ഞാൻ ഓൾറെഡി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു സാബി അലൻസോയുടെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ അതുമായിട്ട് വരുമെന്നുള്ളത്. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ചെയ്തത് ജസ്റ്റ് അതിൻ്റെ ഒരു ന്യൂസും കുറച്ച് പോസ്റ്റും കണ്ടിട്ട് മാത്രമാണ് ഞാൻ ആ ഒരു വീഡിയോ ചെയ്തിരുന്നത്. സോ വൈ സാബി ഈസ് സാക്ഡ്, അല്ലെങ്കിൽ മ്യൂച്വൽ എഗ്രിമെൻറ്റുമായിട്ട് അല്ലെങ്കിൽ മ്യൂച്വൽ റെസ്പെക്റ്റോട് കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കൈ കൊടുത്ത് പിരിഞ്ഞതാണ് എന്നുള്ള രീതിയിലൊക്കെ വാർത്തകൾ വരുന്നുണ്ട്. സോ എന്താണ് ദ റിയൽ റീസൺ? ആരൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ? കാരണം എന്തൊക്കെയായിരിക്കും പോസിബിൾ റീസൺസ്? വൺ ഓഫ് ദ മെയിൻ റീസൺ അക്കോർഡിംഗ് ടു മൈ ക്രെഡിബിൾ സോഴ്സ്, ഞാൻ പലതും കാണുന്ന അല്ലെങ്കിൽ ഞാൻ പലതും വായിക്കുന്ന വളരെ ക്രെഡിബിൾ ആയിട്ടുള്ള സോഴ്സ് അനുസരിച്ച് സാബി അലൻസോ ലീവ് ചെയ്യുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ദ റീസൺ ഈസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്ലേയേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് തന്നെയാണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സൂപ്പർ കോപ്പ ഡി എസ്പാനിയ ഫൈനലിൽ 3-2 എന്നുള്ളൊരു സ്കോറിന് ബാഴ്സലോണയോട് പരാജയപ്പെട്ടത് കൊണ്ട് മാത്രമാണ് സാബി അലൻസോയെ സാക്ക് ചെയ്തത് എന്നുള്ളത്? അത്ര മോശം ഫോമിലൂടെയാണോ ആക്ച്വലി ഈ ഒരു റയൽ മാഡ്രിഡ് ഇപ്പോൾ കറൻറ്റ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്? ലാലിഗയിൽ ബാഴ്സലോണയുമായിട്ടൊരു 4 പോയിൻ്റ് വ്യത്യാസം മാത്രമേ ഉള്ളൂ. സെക്കൻഡ് ഓൺ ദ ലാലിഗ ടേബിൾ. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ടോപ്പ് 8 7ാം സ്ഥാനത്താണ്. സംഭവം ശരിയാണ്, ബിഗ് ഗെയിംസിലൊക്കെ പരാജയപ്പെട്ടിട്ട് ആകെ ഒരു എൽ ക്ലാസിക്കോ, ബാഴ്സലോണക്കെതിരെ ഒരു എൽ ക്ലാസിക്കോ മാത്രമാണ് വിജയിച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ മറ്റേ റിയാൽ മെട്രോപൊളിറ്റനിൽ അത്ലറ്റിക്കോ മാഡ്രിഡിനോട് പരാജയപ്പെടുന്നു, മാഞ്ചസ്റ്റർ സിറ്റിനോട് പരാജയപ്പെടുന്നു, ലിവർപൂളിനോട് പരാജയപ്പെടുന്നു. അങ്ങനെ ബിഗ് ഗെയിംസ് വരുന്ന സമയത്ത് പരാജയപ്പെടുന്നു. പക്ഷേ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റണ്ണ് സാബി അലൻസോ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു 71 വിന്നിംഗ് പെർസെൻറ്റേജ് സാബി അലൻസോക്ക് ഉണ്ട്. ലാസ്റ്റ് ഒരു 5 മാനേജേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിന്നിംഗ് പെർസെൻറ്റേജ് ഉള്ളത് സാബി അലൻസോക്കാണ്. കാർലോ ആൻസലോട്ടിക്ക് പോലും 70% മാത്രമേ ഉള്ളൂ. ഓക്കെ, അങ്ങനെയൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് അത്ര മോശം ഫോമിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ടീമൊന്നുമല്ല സാബി അലൻസോ. പിന്നെ എന്താണ് പ്രശ്നം? കാർലോ ആൻസലോട്ടി എന്ന് പറയുന്നത് മാൻ ഹാൻഡലിങ് വളരെ പ്രഗത്ഭനായൊരു കോച്ചാണ് എന്നൊക്കെ പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഫാബ്രിസിയോ ഒക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കാർലോ ആൻസലോട്ടി എന്ന് പറയുന്നത് വളരെ പ്ലേയേഴ്സിനോട് വളരെയധികം ഫാദർലി ഫീലിംഗ് ഉള്ള അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് മാനേജറാണ്. ഈസി ആയിട്ട് പ്ലേയേഴ്സിനെ ഹാൻഡിൽ ചെയ്യുക, അവരുടെ ഈഗോസൊക്കെ ഹാൻഡിൽ ചെയ്യുക, അത് വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ഒരാളാണ് കാർലോ ആൻസലോട്ടി. പക്ഷേ സാബി അലൻസോ നമുക്ക് ബയൺ ലെവർകൂസനിൽ ചെയ്തത് നമുക്കറിയാം. അവിടെ സാബി അലൻസോ ആണ് മെയിൻ. ഓക്കെ, അവിടെ പുള്ളി ഇംപ്ലിമെൻറ്റ് ചെയ്ത കുറച്ച് ടാക്ടിക്സ്, കുറച്ച് ടെക്നിക്കൽ എബിലിറ്റി, കുറച്ച് ടെക്നിക്കാലിറ്റീസ് ഇതൊക്കെ ഉണ്ട്. അത് പുള്ളി ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കി വിത്ത് ദീസ് പ്ലേയേഴ്സ്. ഈ ഒരു പ്ലേയേഴ്സും വെച്ച് ഇവിടെ ഓഫ് കോഴ്സ് ഈഗോ ഉണ്ട്. ഓക്കെ, റയൽ മാഡ്രിഡിൽ നല്ല പോലെ ഈഗോ ഉണ്ട്. വിനിക്ക് ആയിക്കോട്ടെ, എംബാപ്പയ്ക്ക് ആയിക്കോട്ടെ, റോഡ്രിഗോക്ക് ആയിക്കോട്ടെ. റോഡ്രിഗോ അത്രയധികം ഞാൻ പേര് കേട്ടിട്ടില്ല. അതിൽ വിനി എംബാപ്പ ഇവർക്ക് 2 പേർക്കും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഈഗോ ഉണ്ട്. വിനിയും മോശമല്ല, എംബാപ്പയും മോശമല്ല. ഓക്കെ, ദാറ്റ്സ് എ ഫാക്ട്. അതൊരു സത്യമാണ്. പിന്നെ ഇവർ തമ്മിലുള്ള ഇത്രയധികം ഈഗോ ഉള്ള പ്ലേയേഴ്സിൻ്റെ ഇടയിൽ എങ്ങനെ സാബി അലൻസോ ആ ഒരു ടെക്നിക്കാലിറ്റി ഇവിടെ കൊണ്ടുവരും? സാബി അലൻസോ ക്ലബ്ബ് വേൾഡ് കപ്പിന് വന്ന ആ ഒരു ജൂൺ സമയത്ത് പുള്ളി പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. എനിക്ക് റയൽ മാഡ്രിഡ് ടീമിനെ ഭയങ്കരമായിട്ട് എൻ്റർടൈൻ ചെയ്യിപ്പിക്കണം, അവരെ കൊണ്ട് വാവ് പറയിപ്പിക്കണം, ഈ ഒരു ടീമിനെ എൻ്റെ പറ്റുന്ന രീതിയിൽ മാക്സിമം പീക്കിൽ കൊണ്ടുപോകണം. എങ്ങനെ? വിത്ത് മൈ ടെക്നിക്കൽ എബിലിറ്റി, വിത്ത് മൈ ടെക്നിക്കാലിറ്റി, വിത്ത് മൈ ടാക്ടിക്സ്. ഇതാണ് ആക്ച്വലി സാബി അലൻസോ അന്ന് ജൂണിൽ പറഞ്ഞത്. പുള്ളി അന്ന് പറഞ്ഞ കാര്യം പുള്ളി ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇൻ ബിറ്റ്വീൻ ദ പ്ലേയേഴ്സ് ആൻഡ് ദ കോച്ച് ദ റിലേഷൻഷിപ്പ് ഈസ് നോട്ട് ഗോയിങ് ആസ് വെൽ. അങ്ങനെ ആയിരുന്നില്ല അത് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയൊക്കെ ആയ സമയത്ത് തുടക്കം ഇത് ബ്രേക്ക് ആയത് എവിടെയാണെന്നറിയോ? ദാറ്റ് ഫസ്റ്റ് എൽ ക്ലാസിക്കോ വിൻ, ആദ്യത്തെ എൽ ക്ലാസിക്കോ വിജയിച്ച സമയത്ത് 2-1 എന്നുള്ള സ്കോറിന് വിജയിച്ചു. പക്ഷേ അന്ന് വിനീഷ്യസ് ജൂനിയറിനെ സബ് ചെയ്ത സമയത്ത് വിനീഷ്യസ് ജൂനിയർ കുറച്ച് കാര്യങ്ങളും പറഞ്ഞു പോയി. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ അതിലുള്ള ഫ്രീഡം ഉണ്ട് പറയാൻ. കാരണം അദ്ദേഹം ഭയങ്കരമായിട്ട് ഫോമായി നിൽക്കുന്നൊരു സമയമായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ പിൻവലിച്ചു. പക്ഷേ കോച്ചിനോട് പുള്ളി അത് പറഞ്ഞ് ഭയങ്കരമായിട്ട് ഞാൻ ഈ ടീം വിട്ട് പോവുകയാണെന്നൊക്കെ പറഞ്ഞ് സാബിക്ക് കൈയെടുക്കാതെ പുള്ളി ഇറങ്ങിപ്പോയി. പക്ഷേ മാച്ച് കഴിഞ്ഞ് പുള്ളി അപ്പോളജൈസ് ചെയ്തത് ആരോടൊക്കെയാണ്? മാഡ്രിഡ് ഓഡിയൻസിനോട്, റയൽ മാഡ്രിഡ് ക്ലബിനോട്, ഇവരോടൊക്കെയാണ്. സാബിയോട് പ്രത്യേകിച്ചൊരു അവിടെ ഒരു അപ്പോളജി വിനി ജൂനിയർ പറഞ്ഞിട്ടില്ല. അതെന്തുകൊണ്ട്? വൈ അതൊരു ക്വസ്റ്റ്യനാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ റീസെൻ്റ്ലി നടന്ന സൂപ്പർ കോപ്പ ഡി എസ്പാനിയ ഫൈനൽ, അതിൽ എംബാപ്പെ സാബി അലൻസോക്ക് ഭയങ്കരമായിട്ടുള്ള താല്പര്യം ഉണ്ടായിരുന്നു ബാഴ്സലോണക്ക് അവിടെ ഒരു ഗാർഡ് ഓഫ് ഓണർ കൊടുക്കണം എന്നുള്ളത്. വൈ എംബാപ്പെ റിഫ്യൂസ്ഡ് ദാറ്റ്? എന്തുകൊണ്ട് എംബാപ്പയോട് റിഫ്യൂസ് ചെയ്തു? എംബാപ്പെ മാത്രമല്ല കേട്ടോ, റോഡ്രിഗോ ഉണ്ട് തൊട്ടപ്പുറത്ത്. പുള്ളിയും പറയുന്നുണ്ട് പോണ്ട. എംബാപ്പയും കുറ്റക്കാരനാണ്, റോഡ്രിഗോയുടെ സെയിം രീതിയിൽ കുറ്റക്കാരനാണ്. അപ്പോൾ 2 പേരും അത് റിഫ്യൂസ് ചെയ്തു. സാബി അലൻസോ അപ്പോൾ സാബി അലൻസോയുടെ മുഖം കണ്ടായിരുന്നു ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതെ പുള്ളി അവിടെ നിന്ന് പോരുകയും ചെയ്തു. അസെൻസിയോ മാത്രമാണ് അവിടെ ഒരു ചെറുതായിട്ടൊന്ന് കൈ കൊടുത്ത് തിരിച്ചു പോകുന്നത്. സോ അങ്ങനെ സാബി അലൻസോക്ക് ഒരു ടൈപ്പ് ഓഫ് വിലയും കൊടുക്കാത്ത അങ്ങനെ എല്ലാവരും ഓക്കെ
ഡ്രസ്സിംഗ് റൂമിൽ ആസ് പെർ ക്രെഡിബിൾ സോഴ്സസ് ഡ്രസ്സിംഗ് റൂമിൽ 2 വിഭാഗം ഉണ്ടെന്നാണ്. സാബി അലൻസോയുടെ ടാക്ടിക്സ് കേൾക്കുന്നവരും കേൾക്കാത്തവരും ഉണ്ടെന്നാണ് പറഞ്ഞത്. ബോർഡ് മീറ്റിങ്ങിനോട് പല പ്ലേയേഴ്സും കംപ്ലയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അതായത് കാർലോ ആൻസലോട്ടിയോട് ഞങ്ങൾക്ക് ഒരു ഫാദർലി ഫീലിംഗ് ആണ്, സാബി അലൻസോയോട് ഞങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാൻ പോലും പറ്റുന്നില്ല, ഒരു ഷൈ, പുള്ളി എന്തോ തിരിച്ചു പറയും, അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ഫീലിംഗ് പല പ്ലേയേഴ്സിനുണ്ട് എന്നുള്ള രീതിയിലൊക്കെ പല പ്ലേയേഴ്സും കംപ്ലയിൻറ്റ് കൊടുത്തു ബോർഡിനോട്. സോ അതുകൊണ്ടാണ് ആക്ച്വലി ആ ഒരു സാക്കിങ് അല്ലെങ്കിൽ മ്യൂച്വൽ അഗ്രിമെൻറ്റ് നടന്നത്. ഇനി ആക്ച്വലി എന്താണ് ആ ഒരു സൂപ്പർ കോപ്പ ഡി എസ്പാനിയ ഫൈനൽ കഴിഞ്ഞതിന് ശേഷം എന്താണ് സംഭവിച്ചത്? സൂപ്പർ കോപ്പ ഡി എസ്പാനിയ ഫൈനൽ കഴിഞ്ഞു. ഗാർഡ് ഓഫ് ഓണർ കൊടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എംബാപ്പയും റോഡ്രിഗോ റിഫ്യൂസ് ചെയ്തു. ബാക്കിയുള്ള പ്ലേയേഴ്സ് എല്ലാവരും തിരിച്ചു വന്നു, ഗാർഡ് ഓഫ് ഓണർ കൊടുത്തില്ല. അത് കഴിഞ്ഞ് നേരെ റയൽ മാഡ്രിഡിലോട്ട് പോയി. സാബി അലൻസോക്ക് ആക്ച്വലി ഈ ഒരു മാച്ച് കഴിഞ്ഞതോടുകൂടി പോകണം എന്നുള്ളൊരു മൈൻഡ് സെറ്റൊന്നും ഇല്ല. ഓക്കെ, ദാറ്റ്സ് എ ഫാക്ട്. പുള്ളിക്ക് പോകണം എന്നുള്ളൊരു മൈൻഡ് സെറ്റൊന്നുമില്ല. പുള്ളി അവിടെ മാഡ്രിഡിൽ പോയിട്ട് ഇനി റയൽ മാഡ്രിഡിൻ്റെ ഫ്യൂച്ചർ കാര്യങ്ങൾ എന്താണ് അത് തിരക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്ത് ചെയ്യണം, ഏതൊക്കെ ടൈപ്പ് ഓഫ് ടാക്ടിക്സ് കൊണ്ടുവരണം, ഇതിൽ നിന്നും എങ്ങനെ മറികടക്കാം എന്നുള്ള രീതിയിൽ പുള്ളി അവിടെ ഒരു സൈഡിൽ നോക്കി അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് റയൽ മാഡ്രിഡിൻ്റെ ബോർഡ് ടീം അദ്ദേഹത്തിൻ്റെ അടുത്ത് വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് വരുന്നതിന് മുമ്പ് റയൽ മാഡ്രിഡ് ബോർഡ് ടീം ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്നിട്ട് അവർ ഓൾറെഡി തീരുമാനിച്ച് കഴിഞ്ഞിരുന്നു സാബി അലൻസോയെ സാക്ക് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അത് പുള്ളിയെ അറിയിക്കണം. പുള്ളി അത് അറിയിച്ചു. ആ ബോർഡിലെ ഒരാൾ വന്ന് സാബി അലൻസോയെ അറിയിച്ചു, ഇനി താങ്കൾക്ക് ഇവിടെ തുടരാൻ ഞങ്ങൾക്ക് താങ്കൾ ഇവിടെ തുടരാൻ താല്പര്യമില്ല എന്ന് സാബി അലൻസോയോട് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ റീസൺസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞ റീസൺസ് എന്തൊക്കെയാണെന്ന് അറിയാം. മറ്റേ റിയാദ് മെട്രോപൊളിറ്റോയിൽ 5-2 എന്നുള്ള സ്കോറിന് പരാജയപ്പെട്ടതും ക്ലബ്ബ് വേൾഡ് കപ്പിൽ സെമി ഫൈനലിൽ PSG പരാജയപ്പെട്ടതും, ഇത് രണ്ടുമാണ് റീസൺ പറഞ്ഞത്. റിയാദ് മെട്രോപൊളിറ്റോയിൽ ഓക്കെ, ക്ലബ്ബ് വേൾഡ് കപ്പിലേക്ക് എന്ത് തേങ്ങ പറയാൻ പറ്റുക? ഇഞ്ചുറി കൊണ്ട് മൂടിക്കെട്ടിയൊരു പ്ലേയേഴ്സും PSG പോലത്തെ ഒരു ബീസ്റ്റ് ടീമിനോട് വളരെ പ്രീ സീസൺ പോലെയാണ് അദ്ദേഹത്തിന് ക്ലബ്ബ് വേൾഡ് കപ്പ് കിട്ടിയത്. അത് സെമി ഫൈനൽ വരെ എത്തിയത് തന്നെ ഭാഗ്യം എന്ന് പറയണം. പക്ഷേ റയൽ മാഡ്രിഡാണ് അങ്ങനെയൊന്നും അല്ല വേണ്ടത് നമുക്കറിയാം. പക്ഷേ ഇത് രണ്ടുമാണ് സാബി അലൻസോയുടെ റീസൺ പറഞ്ഞത്. സോ സാബി അലൻസോ അവരോട് പറഞ്ഞു, ഒന്നല്ലേ നിങ്ങളായിട്ട് ഇറങ്ങിപ്പോവുക, അല്ലെങ്കിൽ ഞങ്ങൾ സാക്ക് ചെയ്യും. ഈ ഒരു 2 തീരുമാനം. അപ്പോൾ അവർ രണ്ടുപേരും തമ്മിലൊരു മ്യൂച്വൽ അഗ്രിമെൻറ്റിലെത്തി നമുക്ക് കൈ കൊടുത്ത് പിരിയാം എന്നുള്ള രീതി. അങ്ങനെയാണ് സാബി അലൻസോ കൈ കൊടുത്ത് പിരിഞ്ഞത്. സാക്ക് ചെയ്തതാണോ ചോദിച്ചാൽ ആണ്, മ്യൂച്വൽ അഗ്രിമെൻറ്റിൽ പിരിഞ്ഞതാണോ ചോദിച്ചാൽ ആണ്, രണ്ടും ആണ്. അതാണ് ഇൻ ബിറ്റ്വീൻ സാബി അലൻസോ ആൻഡ് റയൽ മാഡ്രിഡ് വിച്ച് ഈസ് ഹാപ്പൻഡ്. ദ മെയിൻ പ്രോബ്ലം ഈസ് ഈ ഒരു ബോർഡ് ഈ ഒരു തീരുമാനം എടുക്കാനുള്ള മെയിൻ പ്രോബ്ലം ഈസ് പ്ലെയേഴ്സ് ആൻഡ് മാനേജർ ഹാസ് നോ വെരി ഗുഡ് റിലേഷൻഷിപ്പ്. അവർ തമ്മിലുള്ളൊരു റിലേഷൻഷിപ്പ് അത്ര നല്ലതല്ല. അതുകൊണ്ട് തന്നെയാണ് ആക്ച്വലി ഈ ഒരു മ്യൂച്വൽ അഗ്രിമെൻറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിരിയാനുള്ള കാരണം. ദ മെയിൻ റീസൺ. ഓക്കെ, ദാറ്റ്സ് എ ഫാക്ട്. അതാണ് ലിറ്ററലി ദ പ്രശ്നം. അപ്പോൾ ഈ ഒരു ഫോമിൽ ഇങ്ങനെ തുടർന്നുകൊണ്ട് ഇനി കഴിഞ്ഞാൽ ബിഗ് മാച്ചസൊക്കെ പരാജയപ്പെടുകയാണെങ്കിൽ UCL പോലത്തെ മാച്ചസ് ഒന്നും അവർക്ക് വിജയിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് സാബി അലൻസോയെ കൈ കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പിരിയാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇപ്പോൾ സാബി അലൻസോ ആൻഡ് റയൽ മാഡ്രിഡ് ഈസ് കംപ്ലീറ്റ്ലി ഓവർ. അത് ഇനി അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടും വലിയ കാര്യമില്ല, അതിനെക്കുറിച്ച് ഇനി സംസാരിച്ചിട്ടും കാര്യമില്ല. പുള്ളി പോയി. ഓക്കെ, പുള്ളി ഇനി വേറെ എങ്ങോട്ടെങ്കിലൊക്കെ പോകുമായിരിക്കും. പുള്ളിക്ക് വില കിട്ടുന്ന വേറെ എവിടേക്കിലൊക്കെ പോകുമായിരിക്കും മേ ബി. എന്തായാലും അലബാവോ, എന്താണ് പുള്ളിയുടെ പേര്? പുള്ളിയുടെ പേര് എനിക്ക് കിട്ടുന്നില്ല. മനസ്സിലായല്ലോ ഞാൻ ആരെയാണ് പറഞ്ഞത് എന്നുള്ളത്. പുതിയ റയൽ മാഡ്രിഡിൻ്റെ നിയമിച്ച ആ ഒരു കോച്ച്, പുള്ളി കുറച്ച് കാലങ്ങളായിട്ട് റയൽ മാഡ്രിഡിൻ്റെ കൂടെയുണ്ട്. അപ്പോൾ റയൽ മാഡ്രിഡ് പ്ലേയേഴ്സിനൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാം. റയൽ മാഡ്രിഡിനെ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് പുള്ളിക്കറിയാം. പുള്ളിയെ ഒരു എമർജൻസിക്കായിട്ട് അവിടെ വെച്ചേക്കായിരുന്നു. ഇൻ കേസ് സാബി അലൻസോ പോവുകയാണ് എന്നുണ്ടെങ്കിൽ പുള്ളിയെ ഹെഡ് കോച്ചായിട്ട് നിയമിക്കാം എന്നുള്ള രീതിയിൽ പുള്ളി ഹെഡ് കോച്ചായിട്ട് നിയമിച്ച് പുള്ളി മറ്റേ ട്രെയിനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സാബി അലൻസോ മാത്രമല്ല, ഫുൾ ടെക്നിക്കൽ ടീമിനെ കംപ്ലീറ്റ് സാക്ക് ചെയ്തിട്ടുണ്ട്. സോ അവരെ മൊത്തത്തിൽ പോയിട്ടുണ്ട്. ഇപ്പോൾ കംപ്ലീറ്റ്ലി വേറെ ടീമാണ് ഇപ്പോൾ കംപ്ലീറ്റ്ലി റയൽ മാഡ്രിഡ് ടീമിനെ കോച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സാബി അലൻസോയുടെ കാര്യം കഴിഞ്ഞ ഡിസംബറിൽ തന്നെ ഒരു മാഞ്ചസ്റ്റർ സിറ്റിക്ക് ശേഷം തന്നെ ഡൗട്ടിലായിരുന്നു. പക്ഷേ റയൽ മാഡ്രിഡ് കുറച്ചും കൂടി ട്രസ്റ്റ് കൊടുത്തു. പക്ഷേ പിന്നീടാണ് ഈ ഒരു സൂപ്പർ കോപ്പ ഡി എസ്പാനിയ ഫൈനൽ പ്ലേയേഴ്സിൻ്റെ കംപ്ലയിൻറ്റ്സ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം അങ്ങോട്ട് ആ ഒരു കാര്യം പറഞ്ഞത്, ഇനി നിങ്ങളെ വെച്ച് ഉറപ്പിക്കാൻ താല്പര്യമില്ല, സോ നമുക്ക് കൈ കൊടുത്ത് പിരിയാമെന്നുള്ള രീതിയിൽ പിരിഞ്ഞത്. ഓക്കെ, ദിസ് ഈസ് ദ മെയിൻ ഫാക്ടർ. ഇനി റയൽ മാഡ്രിഡ് പ്ലേയേഴ്സിൻ്റെ ഇടയിൽ എന്താണ് ഇത്രയധികം ഈ ഒരു സാബി അലൻസോ എന്നുള്ള ഈ ഒരു കോച്ച് എന്തുകൊണ്ടാണ് ഇത്രയധികം പ്രശ്നമാവാൻ കാരണം? ഒന്നാമത് ആൻസലോട്ടി ഹാൻഡിൽ ചെയ്ത ഒരു രീതി വളരെ ഫ്രീ ആയിട്ട് പ്ലേയേഴ്സിനെ ഹാൻഡിൽ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഈ ഒരു സാബി അലൻസോയുടെ ഒരു സ്ട്രിക്റ്റ് പരിപാടിയിലോട്ട് പ്ലേയേഴ്സിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര പാട് വന്നു. പിന്നെ പല ഡിസിഷൻസും, അതായത് സബ്സ്റ്റിറ്റ്യൂട്ട് ഡിസ്റ്റൻസ് ആയാലും ലൈനപ്പിലോട്ടുള്ള ഡിസ്റ്റൻസ് ആയിക്കോട്ടെ. ഇപ്പോൾ എൻട്രിക്കിനെയൊക്കെ അവിടെ ബെഞ്ചിലേ ഇരുത്തിയേക്കാണ്. പുള്ളി എന്നിട്ട് ലിയോണിൽ പോയി, ഇപ്പോൾ ലിയോണിൽ അവിടെ പോയിട്ടൊരു വിന്നിങ് ഗോളൊക്കെ അടിച്ചിട്ടുണ്ട് ഒരു കോപ്പ ഡി ഫ്രാൻസിലൊരു മാച്ചിലൊക്കെ, ഒളിമ്പിക് ലിയോണിൽ. അപ്പോൾ അത്രയും ക്വാളിറ്റി ഉള്ളൊരു പ്ലെയറിനെ ബെഞ്ചിൽ അങ്ങനെ ഇരുത്താം, പുള്ളിയെ
ഇറക്കൽ പോലും ഇല്ല. അങ്ങനെ പല സബ്സ്റ്റിറ്റ്യൂഷൻ ഡിസിഷൻസും അങ്ങനത്തെ ലൈനപ്പ് ഡിസിഷൻസൊക്കെ പലതും പ്ലേയേഴ്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും മാച്ച് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക അഗ്രി ചെയ്യാൻ പറ്റുന്നില്ല. സോ അങ്ങനത്തെ ഒക്കെ റീസൺസ് കൊണ്ടാണ് മെയിൻലി ഇത് നടന്നത്. പിന്നെ മെയിൻലി ഈഗോ. ഞാൻ പറയാലോ, എംബാപ്പെ ഓർ വിനി, 2 പേരിൽ ഒരാൾ മതി ടീമിൽ. അത് ഒരു സത്യമാണ്. വിനിക്ക് പോകണോ പോട്ടെ, എംബാപ്പയ്ക്ക് പോകണോ പോട്ടെ, ആരെങ്കിലും ഒരാൾ പോട്ടെ. ഈ വിനി ഓർ എംബാപ്പയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 പേരും അടിപൊളി പ്ലേയേഴ്സാണ്. ഇപ്പോൾ എന്നോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാമല്ലോ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ എംബാപ്പെ ഈ ഒരു ടീമിൽ നിന്നും പോകണം എന്നാണ്. പക്ഷേ അത് എംബാപ്പെ ഒരു മോശം പ്ലെയർ ആയതുകൊണ്ടല്ല. ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ജനറേഷനിൽ മെസ്സി, റൊണാൾഡോ, നെയ്മർ ഇവരൊക്കെ പോയതിനു ശേഷം ഹൂ ഈസ് ദ ബെസ്റ്റ് പ്ലെയർ ഇൻ ദ വേൾഡ് റൈറ്റ് നൗ, അല്ലെങ്കിൽ ബെസ്റ്റ് പ്ലെയർ ഇൻ ദ യൂറോപ്യൻ ക്ലബ്ബുകളിൽ കളിക്കുന്ന ഏറ്റവും അടിപൊളി പ്ലെയർ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എംബാപ്പയെ പറയുള്ളൂ. അത് എംബാപ്പെ ഒരു മോശം പ്ലെയർ ആയതുകൊണ്ടല്ല എംബാപ്പയെ പോകണം എന്ന് പറയുന്നത്. വിനി ഓർ എംബാപ്പയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫെറാറി വേണോ അതോ പോർഷെ വേണോ എന്ന് ചോദിക്കുന്നത് പോലെയാണ്. കയ്യിലുള്ള ഫെറാറി കളഞ്ഞിട്ട് പോർഷെ മേടിക്കണോ? ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ. ഓക്കെ, പോർഷയ്ക്ക് കുറച്ച് മെയിൻ്റെയിൻ കോസ്റ്റ് കൂടുതലാണ്. കണ്ടല്ലോ എംബാപ്പയുടെ ആ ഒരു ഇൻഫ്ലുവൻസ് പല ടീമിനെയും ബാധിക്കുന്നുണ്ട്. PSG നമ്മൾ ഓൾറെഡി കണ്ടു, ഇപ്പോൾ റയൽ മാഡ്രിഡിലും അത് നടക്കുന്നുണ്ട്. എംബാപ്പയുടെ ആ ഒരു എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ ആ ഒരു വേ ഓഫ് പ്ലേയിങ് അധികം ആർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. വേ ഓഫ് പ്ലേയിങ് മീൻസ് ഇൻസൈഡ് ദ ഗ്രൗണ്ട് അല്ല ഞാൻ പറയുന്നത്, ആ ഒരു ലോക്കർ റൂമിലെ കാര്യങ്ങളാണ്. പക്ഷേ എംബാപ്പെ ഈസ് വെരി ക്രൂക്കഡ്, ഭയങ്കര ക്രൂക്കഡ് ആയിട്ടുള്ളൊരു പ്ലെയറാണ്. അപ്പോൾ ആരെങ്കിലും ഒരാൾ, എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. എംബാപ്പെ ഒരു വിനി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വിനി എന്ന് പറയും. ഇനി എംബാപ്പെ ഓർ വിനി എന്ന് പറയുന്നത് എംബാപ്പെ എന്ന് പറയുന്നത് അത് ടോട്ടലി റെസ്പെക്ട് ദാറ്റ്, നിങ്ങളെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു, അതിലൊന്നും എനിക്കൊരു വിയോജിപ്പില്ല. വിനിയെ പറഞ്ഞു വിടുന്നുണ്ട്, വിനിയെ പറഞ്ഞില്ല, 2-ൽ ആരെങ്കിലും ഒരാൾ അത് മതി. ദാറ്റ്സ് എ ഫാക്ട്. എന്നാൽ ഈ ഒരു ടീം രക്ഷപ്പെടും. അത് എനിക്ക് തോന്നുന്ന കാര്യം അതാണ്. ആരെങ്കിലും ഒരാളെ വെച്ചാൽ മതി. എന്നിട്ട് ആ ഒരു പ്ലെയറിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് കളിക്കുക. 2 പേരും ഇഞ്ചുറി പ്രോൺ പ്ലെയേഴ്സ് അല്ല, 2 പേരും വേൾഡ് ക്ലാസ് പ്ലെയേഴ്സാണ്. ആരാണ് ഒരു പടി മുകളിൽ ചോദിച്ചു കഴിഞ്ഞാൽ എംബാപ്പയാണ് ടോപ്പ് പ്ലെയർ, അതിന് തൊട്ട് താഴെയാണ് വിനിയുള്ളത്. പക്ഷേ 2 പേരിൽ ഒരാൾ മതി ആ ഒരു ടീമിൽ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോ, അത്രയും ഞാൻ പറയുന്നുള്ളൂ. ബിക്കോസ് 2 പേരിലോട്ടും കോൺസെൻട്രേഷൻ, 2 പേരെയും ഫോക്കസ് ചെയ്യണം. അപ്പോൾ എംബാപ്പയിലോട്ട് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ വിനി പറയും എന്നിലോട്ട് ഫോക്കസ് വരുന്നില്ല, സോ ഞാൻ ഈ ടീം വിടുകയാണ്. ഇനി വിനിയിലോട്ട് ഫോക്കസ് കൊടുത്തു കഴിഞ്ഞാൽ എംബാപ്പെ അന്നത്തെ മാച്ച് ഫോം ആവുന്നില്ല, അങ്ങനത്തെ പ്രശ്നങ്ങൾ വരിക. അപ്പോൾ ദ ട്രൂത്ത് ഈസ് ദാറ്റ് റോഡ്രിഗോ ഒക്കെ എല്ലാവരും അവിടെ നിൽക്കട്ടെ, ഇവർ 2 പേരിൽ ആരെങ്കിലും ഒരാളെ വെക്കുക, അത്രയേ ഉള്ളൂ. അതാണ് പിന്നെ ചെയ്യാനുള്ളത് വരുന്ന മാനേജേഴ്സ്. അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഇപ്പോൾ പുതിയ വന്ന ക്യാച്ചോ അലബാവോ, പുള്ളിയുടെ പേര് എനിക്ക് വായി കിട്ടുന്നില്ല, അതുകൊണ്ടാട്ടോ, ആ കോച്ച് ഇവരെ 2 പേരെയും പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യുക, ഇവരുടെ ഈഗോ പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യുക. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു റയൽ മാഡ്രിഡ് ടീം ഇനി അടിപൊളിയായിട്ട് പോവുള്ളൂ. അതാണ് സത്യം. എനിക്ക് തോന്നിയ കാര്യമാണ്. ഞാൻ പല വീഡിയോസും, ഫെബ്രിസിയോ റൊമാനോൻ്റെ വീഡിയോസ് ആയിക്കോട്ടെ, പല യൂറോപ്യൻ ജേർണലിസ്റ്റുകളുടെ വീഡിയോസൊക്കെ കണ്ട സമയത്തും അവർക്കും തോന്നുന്നത് ഈ ഒരു സെയിം കാര്യം തന്നെ. ആരും ഒരാൾ മതി, എന്തിനാ 2 പേര്, അതിൻ്റെ ആവശ്യമില്ലാതെ എനിക്ക് പേഴ്സണലി തോന്നി. കംപ്ലീറ്റ്ലി മൈ ഒപ്പീനിയൻ, എൻ്റെ ഒപ്പീനിയൻ മാത്രമാണ് കേട്ടോ. ഇവരുടെ ഈ ഒരു കളി കാണുന്ന സമയത്ത് ഈ ഒരു റയൽ മാഡ്രിഡ് പോലത്തെ ഒരു ടീം ഇങ്ങനെ ആവുന്നത് കാണാൻ ഭയങ്കര സങ്കടമുണ്ട്. അവരിങ്ങനെ അടിപൊളിയായിട്ട് ആ ഒരു ഇതിൽ പൊയ്ക്കൊണ്ടിരിക്കണം. അങ്ങനെ ഇപ്പോൾ കഴിഞ്ഞ 1.5 വർഷത്തിൻ്റെ ഇടയിൽ 2 മാനേജറിനായിട്ട് സാക്ക് ചെയ്തത്, അതും ആരൊക്കെയാണ്? കാർലോ ആൻസലോട്ടി, സാബി അലൻസോ. അതിൻ്റെ ഒന്നും അങ്ങനെയൊന്നും വരാൻ പാടില്ല. അപ്പോൾ ഒരു നല്ല രീതിയിൽ പോകണം ആ ഒരു റയൽ മാഡ്രിഡ് ടീം. അതാണ് എനിക്ക് പേഴ്സണലി വേണ്ടത്. സോ നമുക്ക് നോക്കാം എന്തായാലും. ഇനി പുതിയ വന്ന കോച്ചിൻ്റെ അടിയിൽ അലബാവോ എന്താണ് ആ പുള്ളിയുടെ കോച്ചിൻ്റെ അണ്ടറിൽ എങ്ങനെയാണ് റയൽ മാഡ്രിഡ് ടീം പെർഫോം ചെയ്യുക എന്നുള്ള കാര്യമൊക്കെ നമുക്ക് നോക്കാം എന്തായാലും. സോ താങ്ക് യു സോ മച്ച്.